ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അക്കിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ 1 വീക്ക് ബാക്കാണ് ഞാൻ ഈ ഒരു അബുദാബി മോളിലേക്ക് പോകുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. പുള്ളിക്കാരൻ ജിമ്മിൽ പോകുന്നതും ഈ ഒരു മോളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബി മോളിൽ ജസ്റ്റ് എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് എൻ്റെ ബഡ്ജറ്റിനൊക്കെ ഒതുങ്ങുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കമ്പയർ ഒക്കെ ചെയ്തിട്ട് എവിടെ നിന്നാണോ ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടുക അങ്ങനെ ഞാൻ കമ്പയർ ചെയ്ത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ അബുദാബി മോളിലേക്ക് പോകുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ കുറേ ഷോപ്സിൽ പോയി കുറേ കാര്യങ്ങൾ കണ്ടു വെച്ചു. പിന്നെ ഞാൻ ഇതിലും ബെറ്റർ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കാം എന്നുള്ള രീതിയിൽ ഒക്കെ മനസ്സിലാക്കിയിട്ട് വന്നു. പിന്നെ ഞാൻ ഈ മിനിസോയിൽ കയറി. ഇവിടെ കൂടുതലായിട്ടും ഗേളി സ്റ്റഫ്സ് ആണ്. പക്ഷെ എന്നാലും ഈ കാണുന്ന ഐ മാസ്ക് അക്കിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. കാരണം ഒരുപാട് ടൈം സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് വെച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ മാസ്ക് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ ഫീൽ കിട്ടും. ഇത് ആക്ച്വലി നവംബർ 11 ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നാണ് ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്ത് പോയി മേടിക്കേണ്ടത്. അപ്പം ഞാൻ മോർണിംഗ് തന്നെ ഒരു നൂഡിൽസും കോഫിയും കുടിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി കുക്ക് ചെയ്ത് വെക്കാം. അപ്പം പുള്ളിക്കാരൻ നൈറ്റ് വരുമ്പം ഡിന്നറായിട്ട് കൊടുക്കാം. അപ്പം ഞാനതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു തമിഴ് സ്റ്റൈലായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇത് കുറച്ച് സ്പൈസി എലിമെൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു ബിരിയാണിയാണ്. കുക്കർ ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ്. പുള്ളിക്കാരനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാനിനി ഈവനിങ് മെയിനായിട്ട് നമ്മുടെ ഷോപ്പിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി രാത്രി ആക്കി വന്നിട്ട് അത് കഴിച്ചാൽ മതി. ഇത്രയും ദിവസം ഞാൻ പോയിട്ട് കുറേ ഷോപ്സിൽ കണ്ടുവച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫൈനലൈസ് ചെയ്തു എവിടെ പോയി എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഈവനിങ് ഞാൻ അതിനു വേണ്ടി ഇറങ്ങുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് പോകുന്നത് അക്കിയുടെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന നവംബർ 13. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ കാര്യമായിട്ടുള്ള ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് ഒരു 2-3 ഷോപ്പൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ സാധനം കിട്ടുകയാണെങ്കിൽ മേടിക്കാമെന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പം എന്തായാലും ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വീഡിയോ. അങ്ങനെ ആദ്യം പോയ 2 ഷോപ്സിൽ ഞാൻ ഉദ്ദേശിച്ച നോക്കി വെച്ച ഷൂ പോയി. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് വേറൊരു ഷോപ്പിലോട്ടാണ്. അവിടെ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ചെന്നത് ഈ കാണുന്ന ഷൂസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനം എനിക്ക് ആ സാധനം ഫൈനലി കിട്ടി. ഇതിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ ഓൾറെഡി ഈ ജോർഡൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് ഈ ഒരു ഗ്രീൻ കളർ സംഭവം എടുക്കാം എന്നുള്ളത്. അതിനുശേഷം ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഡേ ടു ഡേയിൽ പോയിട്ട് ഗിഫ്റ്റ് റാപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു. ഡിന്നർ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് കമൻറ്റ്. ഇതെന്താണ് ഞാൻ ഇതിൻ്റെ ഒന്നും വോയിസ് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ TV ഒക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അക്കി ബിരിയാണിയൊക്കെ കഴിച്ച് റൂമിലോട്ട് പോയി. ഇപ്പം അക്കി ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു കാർഡ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു കാർഡാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുന്നുള്ളവരാണെങ്കിൽ ഇത് 2 ക്യാരക്ടേഴ്സാണ്. 2 പാർട്ട്നേഴ്സ് പോലെയാണ് ഈ ഒരു ക്യാരക്ടേഴ്സ്. ഇവരുടെ പേര് ഡുഡു ബുബു എന്നാണ്. അപ്പോൾ ഡുഡു എന്ന് പറയുന്ന മെയിൽ ക്യാരക്ടറും ബുബു എന്ന് പറയുന്നത് ഫീമെയിലാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നതാണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് കാണുമ്പം. കാരണം നമ്മുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ റിലേറ്റബിൾ ആയിട്ടാണ് ഇവർ ഈ ഒരു കാർട്ടൂണിക് ആയിട്ടുള്ള വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുപോലെ തന്നെ ഒരു കാർഡ് ഉണ്ടാക്കി ഈ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളത് വെച്ച് കൊടുക്കാൻ വയ്ക്കുന്നത്. കാരണം പുള്ളിക്കാരൻ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് റീൽസ് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾക്കും ഈ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്, ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ലൈക്ക് 4 o'clock മോർണിംഗ് ആയി. അങ്ങനെ ഞാൻ നേരെ പോയി കാർഡിൻ്റെ പരിപാടിയൊക്കെ നിർത്തി ഞാൻ പോയി കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് ബർത്ത്ഡേയുടെ ദിവസമാണ്. അപ്പോൾ നമ്മളിനി ഗിഫ്റ്റ് റാപ്പിങ്ങും പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കതിന് ഡൗട്ട് ഈ ഒരു കളർ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് മാത്രമാണ്. എന്തായാലും കുറേ ഇതിൻ്റെ ഇടയിൽ ഞാൻ മേടിച്ചിട്ടുള്ള കുറേ കുഞ്ഞു സ്റ്റഫ്സ് ഉണ്ട്. അത് ഈ കാണുന്നതൊക്കെയാണ്.
എല്ലാം വളരെ മീനിങ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും പറ്റുന്ന രീതിയിലത്തെ ഗിഫ്റ്റാണ് ഞാൻ മേടിച്ചത്. ഈ കാണുന്നതൊക്കെ നമ്മൾ ട്രോളിയിൽ നമ്മൾ ഇടുമല്ലോ നെയിം ടാഗ് ആയിട്ടുള്ള, അപ്പോൾ ടാഗാണ് അത്, നമുക്ക് പെട്ടി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തു. ഇനി എൻ്റെ കുറച്ച് പരിപാടിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഈ ഒരു കാർഡിൽ ആക്ച്വലി ഇത് കുറച്ച് ഞാനിങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒട്ടിക്കുകയല്ല ചെയ്തത്. ഇനിയും കുറച്ച് പരിപാടികൾ ഇതിൽ പെൻഡിങ് ആണ്. ഇത് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തീമാണ് ഞാൻ ആക്ച്വലി റിയാലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വൈൻ വേണം, വൈൻ ഗ്ലാസ് വെച്ചിട്ട്, പിന്നെ കേക്ക് ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ടേബിളിൻ്റെ മുകളിൽ. ഇതേപോലെ തന്നെയാണ് എനിക്ക് റിയാലിറ്റിയിലും ആക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോകുന്നത് ലാസ്റ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇത് ഇലക്ട്രിക് ബ്രഷ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അക്കി ഒരുപാട് തവണ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങാതെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി മേടിച്ചു കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ കുറച്ച് ഈ കാണുന്ന ഡെക്കർ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റമാണ് ഞാൻ എടുത്തത്. ഇതും പിന്നെ ഇതുപോലത്തെ ഒരുപാട് അവിടെ ഈ കാണുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ആഡ് ഓൺ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവസാനം ഈ ഒരു ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സംഭവം എടുത്തു. അങ്ങനെ അക്കി വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ആദ്യം തന്നെ ലുലുവിൽ പോയിട്ട് ഇതെല്ലാം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാഗിൽ സേഫാക്കി വെച്ചു. ലാസ്റ്റ് ഞാൻ പോകുന്നത് മാക്സിലോട്ടാണ്. മാക്സിൽ പോയിട്ട് ഞാൻ ഓൾറെഡി മുന്നേ കണ്ടുവച്ചിട്ടുള്ളൊരു ഹുഡി ഉണ്ട്. ആ ഒരു ഹുഡി വേഗം പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഗ്രീൻ കളറാണ് ഞാൻ മേടിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനൊരു വെൽവെറ്റി കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചർ ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന്. പിന്നെ നോർമൽ അവിടുത്തെ ഹുഡി പോലെയല്ല, ചില ഹുഡീസിൻ്റെ അകത്ത് ഇങ്ങനെ ഇളകി വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഈ ഒരു ഹുഡിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കളറല്ല, ആക്ച്വലി ഇത് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഗ്രീനാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലും ആ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതങ്ങോട്ട് പിക്ക് ചെയ്തു. പിന്നെ കുറേ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിനമൻ റോളും അതേപോലെ ഒരു ക്യാപ്പച്ചീനോ ഞാൻ ഐക്കയിൽ കയറി ഞാൻ കഴിച്ചു. അതാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് ഇനി നമ്മുടെ കേക്ക് മേടിക്കാനുണ്ട്. അപ്പം വീണ്ടും ഞാൻ ലുലുവിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞാനൊരു കുഞ്ഞ് കേക്കാണ് പിക്ക് ചെയ്യുന്നത്. കാരണം ഇന്ന് 12 o'clock നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് മതി. അപ്പോൾ അതിനൊരു നെയിം വേർഡിങ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കേക്ക് കൊടുത്തിട്ട് അവർ തിരിച്ചു കൊണ്ടു തരികയാണ്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ ബില്ലിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ കൊണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്രാഫ്റ്റിൻ്റെ കുറച്ച് പെൻഡിങ് വർക്കും കൂടി ഉണ്ട് എഴുതാനൊക്കെ. അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അപ്പോഴേക്കാക്കി വന്നു. നമ്മൾ തിരിച്ചതിന് വീട്ടിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയിലായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ ബൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി വീട്ടിലോട്ട് പോകാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഒരാൾക്ക് ബൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും മേടിച്ച് വീട്ടിലോട്ടെത്തി. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളിവിടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. എനിക്ക് എല്ലാം കൂടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാനത്. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ ഇത് ഇവിടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് എല്ലാതും നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് ഞാൻ അക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബൊക്കെ. നല്ല ഭംഗിയായിട്ട് നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ബഡ്ജറ്റ് പറഞ്ഞിരുന്നു. ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ്, അതിലും കൂടുതൽ വേണമെങ്കിൽ പറയാം, അതിലും ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ഞാൻ സേഫാക്കി ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഇനി ബാക്കി നമ്മുടെ കുറച്ച് ഇപ്പോൾ മേടിച്ച ഹുഡിയും അതൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്, ഈ റൂമിലുണ്ട്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കരുത്, ഞാൻ ഈ ഒരു കാര്യം കുറച്ച് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും പാക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ലാസ്റ്റായി. ടൈം നമ്മുടെ 12 o'clock ടൈം ആവാറായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതേപോലെ സർപ്രൈസസ് കൊടുക്കാനും അത് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതേ ബാക്കി നമ്മൾ കുറച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസൊക്കെയാണ് ഈ കാണുന്നത്.
പിന്നെ നമ്മളിനി നമ്മുടെ ബർത്ത്ഡേ കാർഡിൻ്റെ അകത്ത് എഴുതേണ്ട കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞു. എന്നിട്ട് എനിക്കൊരു പോരായ്മ, ഇനിയും പോരാ എന്നുള്ളൊരു ഫീല്. അവസാനം ഞാൻ വീണ്ടും ഷെയ്ഡിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ബർത്ത്ഡേ കാർഡ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓവർ മെച്യൂർഡ് ആയിക്കഴിഞ്ഞാലും വിഷയമാണ്. അപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു കാർഡൊക്കെ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ അക്കീടെ അടുത്ത് പറഞ്ഞു റൂമിൽ പോയിട്ട് ഞാൻ വിളിക്കുന്ന ടൈമിൽ മാത്രം വന്നാൽ മതിയെന്ന്. അങ്ങനെ അപ്പോഴേക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്തു. നമ്മൾ കാർഡിൽ കണ്ട പോലെ വൈൻ ബോട്ടിലുണ്ട്, 2 വൈൻ ഗ്ലാസ് ഉണ്ട്, ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഉണ്ട്, കേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ആ കാർഡിൽ വരച്ചതെല്ലാം ഞാൻ ഇവിടെ ഡയറക്റ്റായിട്ട് ഞാനിവിടെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുള്ളിക്കാരനെ ഞാൻ വിളിച്ച് കൊണ്ടുവരികയാണ്. ഞാൻ കണ്ണൊക്കെ അടച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ അത് കാണാം. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ പറയുന്നുണ്ട് വല്ല ഉടായ്പൊക്കെ ആണെങ്കിൽ എൻ്റെ നന്നായിട്ട് കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ ഞാൻ ഉടായ്പൊന്നല്ല, നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ കണ്ണൊക്കെ അടച്ചതേ കൊണ്ടുവന്നത് കണ്ണൊക്കെ തുറന്നപ്പോഴേക്കും പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഞെട്ടി. എനിക്ക് ആ ഒരു ഫേസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു ഫേസിൽ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. എന്തായാലും പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. ഇറ്റ്സ് 12 o'clock ടൈമാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിഷൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ തുടങ്ങി. ഞാൻ അക്കിക്ക് വെച്ച് കൊടുത്തു കേക്ക്. പിന്നെ അത് അക്കി എനിക്ക് തിരിച്ചു തന്നു. എന്നാലും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. നമ്മൾ രണ്ടുപേരും ഉള്ളുവെങ്കിലും നമ്മൾ നമ്മുടെ ടൈം നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വാങ്ങിയ ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ബൊക്കെ കൊടുക്കുന്നത്. അതും എൻ്റെ അക്കിക്ക് തന്നെ കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതും അക്കി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അക്കിക്ക് ഇന്നേ വരെ ആരും ബൊക്കെ കൊടുത്തിട്ടില്ല എന്നാണ് അക്കി പറഞ്ഞത്. അങ്ങനെ നമ്മൾ വൈനൊക്കെ ഒഴിച്ച് ആ ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ വൈൻ കുടിക്കുകയാണ്. ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് നമ്മൾ വൈൻ കുടിച്ചു. ഇനി അക്കി ഫസ്റ്റ് തന്നെ എടുത്തത് എൻ്റെ ബർത്ത്ഡേ കാർഡാണ്. പുള്ളിക്കാരൻ ഇത് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഇത് ബർത്ത്ഡേ കാർഡാണ് എന്നുള്ളത്. പക്ഷേ ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളത് വിചാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് തുറന്ന് നോക്കിയപ്പോഴേക്കും അക്കിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ ഒരു ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും റിയൽ വീഡിയോ ഓഡിയോ ഒന്നും ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂട്യൂബിലത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സോങ് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഓഡിയോ ആയിട്ടുള്ള റീൽസ് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. കാരണം അതും നല്ലൊരു രസമാണ്. ആ റിയൽ ആയിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കേൾക്കാനും ഭയങ്കര ഒരു രസമാണ്. എന്തായാലും ഈ കാർഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഓരോ ഗിഫ്റ്റായിട്ടാക്കി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ ഒരു എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു കപ്പാണ്. കപ്പ് ഓൾറെഡി ഇപ്പം അക്കി ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് പോയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പുതിയൊരു കപ്പ് കൊടുക്കുക എന്നുള്ളത്. അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഇടയിൽ ക്യൂട്ടായിട്ടും ഫണ്ണി ആയിട്ടുള്ള സ്റ്റഫ്സൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് അക്കിക്ക് എടുത്തപ്പോൾ മനസ്സിലായില്ല. ഇത് ആക്ച്വലി ഒരു കീ ചെയിനാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബുബു ഡുഡു ക്യാരക്ടറിൽ ബുബുവിൻ്റെ ഇത് വരുന്നൊരു കീ ചെയിനാണ്. അടുത്തതായിട്ടൊരു ഫണ്ണി ഗിഫ്റ്റാണ്. ഇയർബഡ്സിൻ്റെ ഒരു ബോക്സാണ്. അതിൻ്റെ അകത്ത് ഇയർബഡ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന ഒക്കെയാണ്. അത് ചുമ്മാ ഇരിക്കുമ്പോഴും ഇത് യൂസ് ചെയ്യും. ഞാൻ എപ്പോഴും പറയാതെ അങ്ങനെ അത്രയധികം ഇയർബഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ എന്നാലും അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ആൾക്ക് ഇനിയും ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഇയർബഡ് ബോക്സ് വാങ്ങിച്ചു കൊടുത്തു. അടുത്തതായിട്ട് നമ്മുടെ ഓറൽ-ബിയുടെ ഇലക്ട്രിക് ബ്രഷാണ്. ഇത് പുള്ളിക്കാരൻ നോക്കി എടുക്കണോ വേണ്ടിയോ എപ്പോഴും കൺഫ്യൂഷനായിട്ട് എടുക്കാതെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് കണ്ടപ്പം വീണ്ടും ഒന്ന് ഞെട്ടി. എന്തായാലും അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹുഡിയാണ്. ഹുഡിയൊക്കെ കളർ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇനി നമ്മൾ ബാക്കിയുള്ള അൺബോക്സിങ്, അതായത് നമ്മുടെ ഇനി ലാസ്റ്റ് ഷൂ ആണുള്ളത്. ആ ഒരു ഷൂ അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു ഹുഡ് ഇട്ടിട്ടാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ ഇനി ഇതൊക്കെ ഇട്ടിട്ട് വരും. എന്തായാലും അതും ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. 7 days ഓഫ് ടൈം ഉണ്ട് പോയിട്ട് മാറി വാങ്ങാൻ. എന്തായാലും ഇത് ലാസ്റ്റായിട്ട് നമ്മുടെ ഷൂ ആ പെട്ടി കണ്ടപ്പോഴേ ഇങ്ങനെ നോക്കി ഇത് ഷൂ ആയിരിക്കും എന്നുള്ളത്. കാരണം മോസ്റ്റ്ലി എപ്പോഴും ബർത്ത്ഡേക്ക് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷൂസാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗസ് എന്തായാലും കറക്റ്റായി. പക്ഷേ എല്ലാം പച്ചയായല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇഷ്ടപ്പെട്ടു ഷൂസ്. കാരണം ഓൾറെഡി പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറൊരു കളറുണ്ട്. അപ്പം സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ പോയി മേടിച്ചത്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അക്കയെടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അക്കി, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഇതൊക്കെ? പ്രതീക്ഷിച്ചില്ല ഈ രാത്രി ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത് ബൊക്കെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇതിനു മുമ്പ് തന്നിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബൊക്കെ. പിന്നെ ഇത് എല്ലാതും എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഞാനത് കുറച്ച് പേടിച്ചിട്ടാണ് മേടിച്ചത്, പച്ചങ്ങൾ ഇടുമോ എന്നുള്ളത്. ഇഷ്ടപ്പെട്ടു. എല്ലാ ഗിഫ്റ്റും ഭയങ്കര സർപ്രൈസിങ് ആണ്. എല്ലാ ഗിഫ്റ്റും ഭയങ്കര യൂസ്ഫുൾ ആണ്. Thank you so much for making this wonderful party for me. Cheers. അങ്ങനെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ തീരുന്നില്ല. ഞാൻ ബർത്ത്ഡേ ദിവസം ഞാനൊരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. സേമിയ വെച്ചിട്ടുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അക്കിക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, നോർമലായിട്ടുള്ള രീതിയിലത്തെ പായസമാണ്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈവനിങ് നമ്മളൊരു ഡിന്നർ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അക്കി ഓഫീസിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മളിതേ പോവാണ്. നമ്മൾ ഇന്ന് പോകുന്നത് അബുദാബിയിലുള്ള മദീന സെയ്ദിലുള്ള NH47 എന്ന് പറയുന്ന ഒരു ഹോട്ടലിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താണ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. മെനു ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതേ NH47 റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതെല്ലാം കാണിക്കാം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതൊരു ഫോറസ്റ്റ് വൈബിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കംപ്ലീറ്റ് ഒരു ഗ്രീനറി ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ താഴെ ആദ്യം ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മുകളിൽ ഒന്നുകൂടി നല്ല വൈബാണ്. അപ്പോൾ ഇതുപോലെ കുറേ ഹാങ്ങിങ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഡെക്കർ ഐറ്റംസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പോയി നമ്മൾ ഇരിക്കുകയാണ്. ഇനി നമ്മൾ മെനു നോക്കി എന്തൊക്കെ സാധനം മേടിക്കണം എന്നുള്ളൊരു ചർച്ചയിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൂപ്പ് കഴിച്ച് തുടങ്ങി, അങ്ങനെ ഒരു സ്റ്റാർട്ടർ, പിന്നെ അതുപോലെ ഒരു മെയിൻ കോഴ്സ്, അങ്ങനെയാണ് അത്രയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രഷ് മിൽക്ക് ടീയും കൂടി കുടിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അത് 1/2 ആയിട്ട് നമ്മൾ എടുത്തു. പിന്നെ ബട്ടർ നാനാണ് ഓർഡർ ചെയ്തത്, ബട്ടർ ചിക്കൻ. പിന്നെ നമ്മൾ ഒരു കോക്കനട്ട് ഫ്രൈഡ് ആയിട്ടുള്ളൊരു ബീഫാണ് ഓർഡർ ചെയ്തത്. എന്തായാലും ഫുഡൊക്കെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഫുഡിങ്ങും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സൂപ്പിൽ തുടങ്ങി നമ്മുടെ എല്ലാ ഫുഡും നമ്മൾ കഴിച്ചു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പാർസലൊക്കെ ആക്കി.
അങ്ങനെ ഈ ഒരു ഡിന്നറും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ പരിപാടി അവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഈ ഒരു വ്ളോഗിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഷോപ്പിങ്ങും പിന്നെ സെലിബ്രേഷനും ഒക്കെയാണ്. എന്തായാലും എല്ലാം എനിക്ക് നല്ലപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതിൻ്റെ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.